നമസ്കാരം. എല്ലാ അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സും ഒരേപോലെ കാത്തിരുന്ന കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ എൻട്രി കേഡർ ആയിട്ടുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 1 തീയതി റിലീസായിരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. മെയ് 2 തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പിന്നെ 162 വേക്കൻസിയുള്ള ഈ ഒരു തസ്തികയിലേക്ക് അത്യാവശ്യം കോമ്പറ്റീഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ഒരു സോ കോൾഡ് സിലബസ് ഇതിന് അവൈലബിൾ ആവാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് മുന്നേ നടന്ന BSc അഗ്രികൾച്ചർ മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എക്സാമുകളുടെ സിലബസിന്റെ ബേസിസിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇതിന് മുന്നേ സിലബസ് ഡിസ്കഷൻസ് ഒക്കെ നടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസിന്റെ സിലബസ് നമ്മൾ ക്ലോസ് ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ 10 മൊഡ്യൂളുകളാണ്. 10 മൊഡ്യൂളുകളിൽ 10 സബ്ജക്റ്റുകളിലായിട്ട് 10 മാർക്ക് വീതമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. അതിനകത്ത് മൊഡ്യൂൾ 2 സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രിയാണ്. 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ സിലബസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. വെതറിംഗ്, സോയിൽ ഫോർമേഷൻ, ഫാക്ടേഴ്സ് ആൻഡ് പ്രോസസ്സസ് ആൻഡ് സോയിൽ പ്രൊഫൈൽ. അപ്പം അഗ്രികൾച്ചർ പഠിച്ച ഏതൊരു വ്യക്തിക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി ബട്ട് ദ വെർട്ടിക്കൽ സെക്ഷൻ ടു എ സോയിൽ. അതായത് നമ്മൾ സോയിൽ ഒരു മീറ്റർ താഴത്തേക്ക് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഘടനയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വെർട്ടിക്കൽ സെക്ഷൻ എടുക്കുമ്പം അതിനകത്ത് പല ഹൊറിസോണ്ടൽ ലെയേഴ്സ് കാണപ്പെടുന്നുണ്ട്. 5 മാസ്റ്റർ ഹൊറൈസൺസ് ആണ് ഉള്ളത്. 5 ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആണുള്ളത്. അതിന് ഈ ഒരു സംഭവത്തിലും ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട്. എത്ര മാസ്റ്റർ ഹൊറൈസൺസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ 4ഉം 6ഉം ഒക്കെ ആൾക്കാർ പറയാറുണ്ട്. ഇറ്റ് ഈസ് 5. ഓർത്ത് വെക്കുക, 5 മാസ്റ്റർ ഹൊറൈസൺസ് ആണുള്ളത്. ഏതൊക്കെയാണ്? OAEBC ആൻഡ് C. അത്രയാണ് മാസ്റ്റർ ഹൊറൈസൺസ് എന്ന് പറയുന്നത്. ഹൊറൈസൺ എന്ന് പറയുന്നത് ഓർഗാനിക് ഹൊറൈസൺ ആണ്. അതായത് പ്ലാന്റ് ആൻഡ് ആനിമൽ റെസിഡ്യൂസ് ഒക്കെ വന്ന് വീഴുന്ന സ്ഥലം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് സോയിൽ, അവിടെ ഹ്യൂമസ് കണ്ടന്റ് ഉണ്ട്, ഓർഗാനിക് മാറ്റർ കണ്ടന്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ലെയർ ആണ് ഓർഗാനിക് ഹൊറൈസൺ എന്ന് പറയുന്നത്. വളരെ ചെറിയ തിന്നായിട്ടുള്ള ഒരു ലെയർ ആണ്. ബാക്കിയുള്ള ഹൊറൈസൺസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഡെപ്ത് ഉള്ള ഒരു ലെയർ ആണ് ഹൊറൈസൺ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴത്തത് ഹൊറൈസൺ ആണ്. എലൂവിയൽ ഹൊറൈസൺ എന്ന് പറയും. അതായത് ഈ എന്താ പറയാ, ഓർഗാനിക് ഹൊറൈസണിലെ കുറച്ച് ഹ്യൂമസ് പാർട്ടിക്കിൾസും സോയിൽ ഫോമിംഗ് ആയിട്ടുള്ള കുറച്ച് മിനറൽസും ഒക്കെ അടങ്ങുന്ന ഒരു ഹൊറൈസൺ ആണ് ഈ ഹൊറൈസൺ എന്ന് പറയുന്നത്. ടോപ്പ് സോയിൽ എന്നും പറയാറുണ്ട്. ഈ ഹൊറൈസന്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ് എലൂവിയേഷൻ ലെയർ അല്ലെങ്കിൽ ഹൊറൈസൺ എന്ന് പറയുന്നത്. അതാണ് ശരിക്കുള്ള എലൂവിയൽ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം താഴോട്ട് പെർക്കുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇലക്ട്രോലൈറ്റ്സും മിക്സ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സും ലീച്ച്ഡ് ആയിട്ടുള്ള മിനറൽസും ഹൊറൈസണിന് താഴേക്ക്, സോയിൽ പ്രൊഫൈലിന് താഴേക്ക് ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട്. അങ്ങനെ ലീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഈ ഹൊറൈസൺ എന്ന് പറയുന്നത്, എലൂവിയൽ ഹൊറൈസൺ. ഇനി ഇങ്ങനെ ലീച്ച് ഔട്ട് ചെയ്യുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ബി ഹൊറൈസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇലൂവിയൽ ഹൊറൈസൺ എന്നും പറയാറുണ്ട്. ഇപ്പോഴത്തെ പിക്ചറും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ബി ഹൊറൈസനെ നമ്മൾ സബ് സോയിൽ എന്നും ഹൊറൈസനെ നമ്മൾ ടോപ്പ് സോയിൽ എന്നും വിളിക്കാറുണ്ട്. പിന്നെ സി ഹൊറൈസൺ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പാറ പൊടിഞ്ഞാണ് സോയിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ പൊടിയുന്ന പാറയുടെ, അതായത് പാർട്ട്ലി വെതേർഡ് ആയിട്ടുള്ള റോക്ക് കാണപ്പെടുന്ന ഹൊറൈസൺ ആണ് സി ഹൊറൈസൺ എന്ന് പറയുന്നത്. ഏറ്റവും താഴെ ബെഡ് റോക്ക്, അതായത് ഒട്ടും വെതറിയാത്ത, ഒട്ടും പൊടിയാത്ത, സോയിൽ ഫോർമേഷൻ ഒട്ടും നടക്കാത്ത റോക്സ് കാണപ്പെടുന്ന ലെയർ ആണ് ബെഡ് റോക്ക് എന്ന് പറയുന്നത്. അത് ആറാമത്തെ, 6 എന്ന് പറയുന്ന നൊട്ടേഷൻ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, സോളം എന്ന ടേം എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? എ ആൻഡ് ബി ഹൊറൈസനെ ഒരുമിച്ച് പറയുന്ന ടേം ആണ് സോളം. എ ആൻഡ് ബി ഹൊറൈസൺസ് കളക്റ്റീവ്ലി നോൺ ആസ് സോളം. പിന്നെ എ, ബി ആൻഡ് സി ഹൊറൈസൺസിന് മൂന്ന് ഹൊറൈസൺസിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് റിഗോലിത്ത് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു ദ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, സോയിൽ ഫോർമേഷൻ. സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇതേപോലെ കറക്റ്റ്ലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലിലുള്ള സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബേസിക്കലി 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെതറിംഗ് ആണ്. അതായത് പാറ പൊടിയുന്ന ഒരു പ്രോസസ്. പാറ പൊടിഞ്ഞ് ചെറിയ ചെറിയ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്ന്, അതായത് ഡിസെൻറ്റിഗ്രേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് എന്ന് പറയും. ആ ഒരു റിഗോലിത്ത് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ്
ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എലൂവേഷൻ നടക്കുന്നുണ്ട്, ഇലൂവിയേഷൻ നടക്കുന്നുണ്ട്, ഹ്യൂമസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സസ് ഈ സോയിൽ, അതായത് സോയിൽ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് കൃത്യമായ ലെയേഴ്സിൽ, കൃത്യമായ ഹൊറൈസൺസിൽ അറേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഫോർമേഷൻ ഓഫ് ട്രൂ സോയിൽ ഫ്രം റിഗോലിത്ത്. അങ്ങനെ രണ്ട് പ്രോസസ്സാണ് നമ്മൾ സോയിൽ ഫോർമേഷനിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് വെതറിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസൻറ്റഗ്രേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ. ഡിസൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് പാറ പൊടിയുന്ന പ്രോസസ്, ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് കെമിക്കൽ ചേഞ്ചസ് ഈ റോക്സിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് ബൈ ഫിസിക്കൽ ഏജൻസ് ആവാം, കെമിക്കൽ ഏജൻസ് ആവാം, ബയോളജിക്കൽ ഏജൻസ് ആവാം. അങ്ങനെ ടോട്ടൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് വെതറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 3 രീതിയിൽ നടക്കാം. ഫിസിക്കൽ ഏജൻസ് വരാം, കെമിക്കൽ ഏജൻസ് വരാം, ബയോളജിക്കൽ ഏജൻസ് വരാം. ഇതിനകത്ത് ഫിസിക്കൽ ഏജൻസ് എന്ന് പറയുമ്പോൾ എയർ, വാട്ടർ അല്ലെങ്കിൽ ഐസ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഫിസിക്കൽ ഏജൻസ് എന്ന് പറയുന്നത്. അവർക്ക് പ്രത്യേകിച്ച് കെമിക്കൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് പാറനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഫിസിക്കൽ ഏജൻസിനുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് കെമിക്കൽ വെതറിംഗ് ആണ്. കെമിക്കൽ വെതറിംഗിൽ എന്താ സംഭവിക്കുന്നത്? സം കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അതായത് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. നമ്മൾ ഓൾറെഡി പൊടിഞ്ഞ റോക്കിന്റെ എന്താ പറയുക കെമിക്കൽ ഫോമിൽ മാറി വേറൊരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഡീകമ്പോസിഷൻ നടക്കുന്നത് കെമിക്കൽ വെതറിംഗിലാണ്. ബയോളജിക്കൽ വെതറിംഗ് ഇസ് ബ്രോട്ട് അബൌട്ട് ത്രൂ ബയോളജിക്കൽ ഏജൻസ്, അതായത് മാൻ ആവാം, ആനിമൽസ് ആവാം, പ്ലാന്റ്സ് ആവാം, മൈക്രോ ഓർഗാനിസംസ് ആവാം. ഇവിടെ രണ്ട് പ്രോസസ്സും സൈമിൾട്ടേനിയസ്ലി നടക്കുന്നുണ്ട്. ഡിസിൻറ്റഗ്രേഷനും നടക്കുന്നുണ്ട്, ഡീകമ്പോസിഷനും നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിസിക്കൽ വെതറിംഗിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഡിസിൻറ്റഗ്രേഷൻ ആണ് നടക്കുന്നത്. അവിടെ പുതിയ സബ്സ്റ്റൻസസ് ഒന്നും ഉണ്ടാവുന്നില്ല, ചുമ്മാ പാറപ്പൊടിയാണ് ചെയ്യുന്നത്. അതിന് ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് റോക്സ്. അതായത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോക്ക് ആണെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് ഒരു വെള്ളത്തിനോ വാട്ടറിനോ ടെമ്പറേച്ചറിനോ എന്താ പറയാ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പക്ഷേ കുറച്ച് പോറസ് ആയിട്ടുള്ള കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള റോക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആക്ട് ചെയ്ത് പാറ പൊടിയാനുള്ള സാധ്യതയുണ്ട്. അതായത് കോഴ്സ് ടെക്സ്ചേർഡ് ആയിട്ടുള്ള റോക്സ് വിൽ വെതർ മോർ ഈസിലി ദാൻ ഫൈൻ ടെക്സ്ചേർഡ് റോക്സ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന്റെ ആക്ഷൻ ആണ്. ടെമ്പറേച്ചറിന്റെ ആക്ഷൻ ഇപ്പൊ നമ്മൾ ഈ ഒരു റോക്കിന്റെ മാസ്, അതായത് പാരമെറ്റീരിയലിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു വളരെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു പാറയുടെ കൂട്ടമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഡേ ടൈമിൽ നല്ല സൺലൈറ്റ് വരുമ്പോൾ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടും. നല്ല രീതിയിൽ കൂടുമ്പോൾ ഈ ടെമ്പറേച്ചർ ഈ റോക്സ് സ്വാഭാവികമായും അബ്സോർബ് ചെയ്യും. അങ്ങനെ കണ്ടക്ഷൻ നടക്കും. എന്നാൽ ഈ റോക്സിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഒരുപാട് ലോവർ ലെയേഴ്സിലേക്ക് ഹീറ്റ് അതിന് കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഈ ഒരു ഡെപ്തിൽ മാത്രമേ ഹീറ്റ് കണ്ടക്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് നല്ല ചൂടായിരിക്കുന്ന റോക്ക് എന്ത് സംഭവിക്കുന്നു? അങ്ങ് വലുതാവുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം രാത്രിയാകുമ്പോൾ എന്ത് സംഭവിക്കും? തണുക്കും, ഷ്രിങ്ക് ചെയ്യും. ഈ റോക്സ് എക്സ്പാൻഡ് ചെയ്ത റോക്സ് ഷ്രിങ്ക് ചെയ്യും. അപ്പൊ അവിടെ താഴെയുള്ള ലെയറിന് ഒന്നും സംഭവിക്കുന്നില്ല, കാരണം ഹീറ്റ് കണ്ടക്ട് ആവുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ ആ രണ്ട് ലെയേഴ്സ് തമ്മിലൊരു ഫ്രിക്ഷൻ വരും, ഒരു പ്രഷർ അവിടെ വരും. അപ്പൊ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ആ ഒരു എക്സ്പാൻഡ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും പെട്ട ആ ഒരു ഡെപ്തിലുള്ള റോക്ക് പാരൻ മെറ്റീരിയൽ ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് താഴോട്ട് വരും. അങ്ങനെ അത് അൾട്ടിമേറ്റ്ലി ഡിസിൻറ്റഗ്രേറ്റ്, അതായത് പാറപൊടിയാണ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എക്സ്ഫോളിയേഷൻ. ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്ഫോളിയേഷൻ എന്ന പ്രോസസ്സ് എന്തിന്റെ ആക്ഷൻ കാരണമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്ട്ലി തന്നെ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ടെമ്പറേച്ചർ സർഫസ് ലെയർ ഓഫ് റോക്സ് പീൽ ഓഫ് ഫ്രം ദ സർഫസ്. അങ്ങനെ ആ ആ ടേം എന്താണ്, ആ ഒരു പ്രോസസ്സിന് എന്താണ് പറയുക, അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് എക്സ്ഫോളിയേഷൻ. പിന്നെ പറയുന്നത് ആക്ഷൻ ഓഫ് വാട്ടർ ആണ്. വാട്ടറിന് ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഈ നമ്മൾ റിവറിന്റെ ഉള്ളിലൊക്കെ കാണുന്ന കല്ലുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ സ്മൂത്ത് ആയിരിക്കും. എന്നാൽ റോഡ് സൈഡിൽ കാണുന്ന കല്ലുകൾ ഭയങ്കര എന്താ പറയാ അൺഈവൻ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? വാട്ടറിന് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇറോഡിങ് ആക്ഷൻ ഉണ്ട്. പെർസിസ്റ്റന്റ് ആയിട്ട് വെള്ളം കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അതിന്റെ സർഫസിലുള്ള സർട്ടൻ പാർട്ടിക്കിൾസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി വാട്ടറിനുണ്ട്. ഇങ്ങനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിനെ അത് പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും അതിന്റെ ഫ്ലോ കുറയുന്ന സ്ഥലത്ത് അത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതും വെതറിങ്ങിനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ഫ്രീസിങ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളം ഐസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ വോളിയം 9% വരെ ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വെള്ളത്തിനുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ ഫ്ലോയിങ് വാട്ടർ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ ഈ റോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് അല്ലേ? ഈ ക്രാക്കിന്റെ ഉള്ളിൽ വെള്ളം കയറി ഇരിക്കാനുള്ള സാധ്യതയുണ്ട് ഫ്ലോയിങ് വാട്ടർ ഉള്ള സമയത്ത്. അങ്ങനെ
ഇങ്ങനെ കയറിയിരിക്കുന്ന വെള്ളം നല്ല തണുപ്പ് വരുമ്പം അല്ല കോൾഡ് ആയിട്ടുള്ള റീജിയനിൽ ഒരു ഐസ് ആകും. ഇങ്ങനെ ഐസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഐസിന്റെ വോളിയം എത്ര 9% വരെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ക്രാക്ക് വൈഡൻ ആവും. അങ്ങനെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ആ റോക്ക് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് 2 പീസ് ആകും. അങ്ങനെയാണ് ആക്ഷൻ ഓഫ് ഐസ് എന്ന് പറയുന്നത്. പിന്നെ ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ്. ഈ ആൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് നടക്കുന്നത് മോസ്റ്റ്ലി മോൺമോൾനൈറ്റ്, സ്മെക്ടൈറ്റ് പോലുള്ള ക്ലേ മിനറൽസ് അടങ്ങിയ റോക്സിലാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവർ എന്ത് ചെയ്യുന്നറിയോ? നല്ല മഴക്കാലത്ത് നല്ല വെറ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇവര് വെള്ളം വലിച്ചെടുക്കും. വെള്ളം വലിച്ചെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ എക്സ്ഫോളിയേഷനിൽ പറഞ്ഞ പോലെ വെള്ളം വലിച്ചെടുക്കുന്ന സമയത്ത് ഇവരങ്ങ് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല സമ്മർ സീസൺ ആകുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഇവരങ്ങ് ഷ്രിങ്ക് ആവും. അപ്പൊ അവിടെ ഓൾട്ടർനേറ്റ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് നടക്കുന്നു. ഓൾട്ടർനേറ്റ് എക്സ്പാൻഷൻ ആൻഡ് ഷ്രിങ്കിങ് നടക്കുന്നു. അവിടെയും ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്തില്ലേ? അങ്ങനെയും റോക്സ് ഡിസിന്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് ആക്ഷൻ ഓഫ് ഗ്ലേഷ്യേഴ്സ് ആണ്. ആക്ഷൻ ഓഫ് ഗ്ലേഷ്യേഴ്സിൽ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് എന്താണ്? വാട്ടറിനേക്കാളും ഇറോഡിങ് ആക്ഷൻ ഗ്ലേഷ്യേഴ്സ് ഉണ്ടാവും. കുറച്ചുകൂടി വോളിയം ഉള്ള ആളാണ്, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഗ്ലേഷ്യേഴ്സ്, സ്നോഫാൾ ഒക്കെ കാരണം ഗ്ലേഷ്യേഴ്സ് ഇങ്ങനെ വരണ സമയത്ത് അടുത്തുള്ള റോക്സിന്റെ മുകളിൽ ഹിറ്റ് ചെയ്ത് അവിടെയുള്ള പാർട്ടിക്കിൾസിനൊക്കെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് ആ പാർട്ടിക്കിൾസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് അത് വേറെ സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആക്ഷൻ ഓഫ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ആക്ഷൻ ഓഫ് വിൻഡ്. ആക്ഷൻ ഓഫ് വിൻഡ് 2 രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലുള്ള സോയിൽ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ സാൻഡ് പാർട്ടിക്കിൾസിനെ, ഡെസേർട്ട് സ്റ്റോംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി വിൻഡിനുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ വിൻഡ് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു അബ്രേസീവ് ആക്ഷൻ ഉണ്ട്. അതായത് ഒരു മൊരമൊരപ്പ് ഉണ്ടാവുമല്ലോ. ആ മൊരമൊരപ്പ് പാറയിൽ തട്ടുമ്പോൾ അവിടെയുള്ള പാർട്ടിക്കിൾസ് ഡിസിന്റഗ്രേറ്റ് ആവും. ഒരു അബ്രേസീവ് ആക്ഷൻ കാരണം അവിടെയുള്ള പാർട്ടിക്കിൾസ് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് അതും ട്രാൻസ്പോർട്ട് ആവും. അങ്ങനെ 2 ആക്ഷൻസ് ആക്ഷൻ ഓഫ് വിൻഡിനുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്തെന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫെനോമിനൻ ആണ്. അതായത് മിന്നലടിക്കുമ്പോൾ, പാറയിലേക്ക് മിന്നലടിക്കുമ്പോൾ പാറയിൽ ചെറിയ ചെറിയ ക്രാക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി കൂടുതൽ മിന്നലടിക്കുമ്പോൾ ഈ ക്രാക്സ് വൈഡൻ ചെയ്ത് പാറ ഡിസിന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. അപ്പം അത്രയുമാണ് ഫിസിക്കൽ വെതറിങ്. ഫിസിക്കൽ വെതറിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? പാറ ഡിസിന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പാറ പൊടിയാണ് ചെയ്യുന്നത് ബൈ ആക്ഷൻ ഓഫ് ഫിസിക്കൽ ഏജൻസ്. ഇനി ഞാൻ പറഞ്ഞു പാറ എങ്ങനെ പൊടിയുന്നു, എന്താ പറയാ, നമ്മുടെ സോയിൽ ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ മിനറൽ പാർട്ടിക്കിൾസ് ട്രാൻസ്പോർട്ട് ആവുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന മിനറൽ പാർട്ടിക്കിൾസ് ഏത് ഏജന്റ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നതിന്റെ ബേസിസിൽ അതിന് ഡിഫറെന്റ് നെയിംസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഇത് ചോദിക്കാറുണ്ട്, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പലതായി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ വാട്ടർ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, സീ വാട്ടർ ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മെറൈൻ എന്ന് പറയുന്നു. ഇനി ഫ്രഷ് വാട്ടർ, അതായത് ലേക്സിലൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ലാക്വിസ്ട്രൈൻ എന്ന് പറയുന്നു. റിവേഴ്സ് ആണെങ്കിൽ അതിന് അലൂവിയൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. ഇനി വിൻഡ് ആണ് ഏജന്റ് എങ്കിൽ സാൻഡ് സൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഇയോളിയൻ ഡെപ്പോസിറ്റ്സ് എന്ന് പറയും. സിൽക്ക് സൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ ലോയ്സ് എന്ന് പറയും. ഇനി ഐസ് ആണെങ്കിൽ മൊറൈൻ ആണ്. മറൈനും മൊറൈനും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഗ്രാവിറ്റി വഴി, അതായത് ഇങ്ങനെ താഴോട്ട് വരുന്ന ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഒക്കെ കാരണം സ്ലോപ്പ് ഓഫ് ലാൻഡിന്റെ ബേസിസിൽ ഗ്രാവിറ്റി വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ എന്താ പറയാ, കൊളൂവിയൽ എന്ന് പറയും. അതായത് വലിയ പാറക്കെട്ടുകളുടെ താഴോട്ടേക്ക് മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ടല്ലോ, അതൊക്കെ ഗ്രാവിറ്റി വഴിയാണല്ലോ ആ സോയിൽ പാർട്ടിക്കിൾസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനെ കൊളൂവിയൽ എന്ന് പറയും. ഓക്കെ, ഈ എല്ലാ ടേംസും നല്ല രീതിയിൽ ഓർത്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണിത്. ഇനി കമ്മിങ് ടു കെമിക്കൽ വെതറിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ വെതറിങ് ഡിസിന്റഗ്രേഷൻ ആണ്. കെമിക്കൽ വെതറിങ് എന്തായിരിക്കും? ഡീകമ്പോസിഷൻ ആണ്. അതായത് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സം കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ആ ഒരു മീഡിയത്തിൽ തന്നെ സം കൈൻഡ് ഓഫ് കെമിക്കൽ ഏജൻസ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്ത് പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു. അതാണ് കെമിക്കൽ വെതറിങ് എന്ന് പറയുന്നത്. കെമിക്കൽ വെതറിങ് ആ പറയുന്ന റോക്കിന്റെ സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആണെങ്കിൽ കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ പാർട്ടിക്കിൾ സൈസ് കുറയുന്നതിനനുസരിച്ച് കെമിക്കൽ വെതറിങ്ങിന്റെ റേറ്റ് കൂടും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെതർ ചെയ്യപ്പെടുന്ന ആ റോക്കിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം കോട്സ് പോലുള്ള മിനറൽസ് അടങ്ങിയ റോക്സ് ആണെങ്കിൽ, കോട്സ് എന്ന് പറയുന്നത് കെമിക്കൽ അറ്റാക്കിന് വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അത് പെട്ടെന്ന് വെതർ ചെയ്യില്ല. പക്ഷെ ഒലിവൈൻ, പൈറോക്സിൻ പോലുള്ള മിനറൽസ് അടങ്ങിയ റോക്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് വെതർ ചെയ്യപ്പെടുന്നു. അപ്പം എന്തിനെ എഫക്ട് ചെയ്യും? ഒന്നെന്ന് പറയുന്നത് സർഫസ് ഏരിയനെ എഫക്ട് ചെയ്യും. രണ്ടെന്ന് പറയുന്നത് ദ റോക്ക് ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ കെമിക്കൽ നേച്ചർ ഓഫ് റോക്കിനെ എഫക്ട് ചെയ്യും.
ഇനി നമുക്ക് ഏതൊക്കെ പ്രോസസ്സാണ് കെമിക്കൽ വെതറിംഗിൽ നടക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൊല്യൂഷൻ ആണ്. സിംപ്ലി നമ്മുടെ വെള്ളത്തിൽ മിക്സ് ആയി സർട്ടൻ സൊല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പൊ റോക്സിലൊക്കെ കാണുന്ന സൊല്യൂബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെള്ളത്തിൽ മിക്സ് ആയി ഇറോഡായി പോകുന്നു. അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ സോൾട്ട്, അതായത് NaCl പോലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ മിനറൽസ് നമ്മുടെ റോക്സിൽ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ അത് മിക്സ് ആയി ഡിസോൾവ് ആയി പോകുന്നു. പിന്നെ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വെള്ളം ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഉള്ളിൽ സ്ട്രക്ചറൽ ലാറ്റിസ് വാട്ടർ ആയിട്ട് എന്താ പറയാ ഈ മിനറലിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ജിപ്സം ആണ്. ജിപ്സം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് 2H2 ആണ്. ലാറ്റിസ് വാട്ടർ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. അത് ഈസിലി, അതായത് കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന മിനറലിനേക്കാൾ ഈസിലി വെതർ ചെയ്യപ്പെടാൻ, സസെപ്റ്റബിൾ ടു വെതറിംഗ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. അടുത്ത പ്രോസസ്സ് ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോസസ് ഇൻ കെമിക്കൽ വെതറിംഗ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഹൈഡ്രോളിസിസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോസസ് ഇൻ കെമിക്കൽ വെതറിംഗ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാച്ചുറൽ മീഡിയത്തിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയേജന്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. ഈ വെള്ളം ഡിസോസിയേറ്റ് ചെയ്യുന്നു, OH മൈനസും H+ അയോൺസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോക്സൈഡും ആ H പോയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ ലിങ്ക് ചെയ്യപ്പെടുമ്പോൾ വെതറബിലിറ്റി ഇൻഡെക്സ് കുറയുന്നത്, അതായത് വെതറിങ്ങിന്റെ സസെപ്റ്റബിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഓർത്തോക്ലേസ് എന്ന് പറയുന്ന ക്ലേയുടെ കൂടെ നമ്മൾ വെള്ളം ആഡ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡ് സിലിക്കേറ്റ് ക്ലേ ആണ് ഫോം ചെയ്യുന്നത്. അത് പെട്ടെന്ന് വെതർ ചെയ്യും. ഈ ഓർത്തോക്ലേസ് എന്ന് പറഞ്ഞാൽ മോർ റെസിസ്റ്റന്റ് ടു വെതറിംഗ് ആണ്. ഒരു ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് കാർബണേഷൻ ആണ്. കാർബണേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വെള്ളമായിട്ട് ഡിസോൾവ് ചെയ്ത് കാർബോണിക് ആസിഡ് ആവുന്നു. ഈ കാർബോണിക് ആസിഡ് ഏതെങ്കിലും ഒരു ബേസുമായിട്ട് എന്താ പറയാ റിയാക്ട് ചെയ്ത് ഒരു ബൈകാർബണേറ്റോ അല്ലെങ്കിൽ മറ്റു കോമ്പൗണ്ട്സോ ഫോം ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കുന്നു റോക്സിന്റെ. ഫോർ എക്സാമ്പിൾ ഇവിടെ കാർബോണിക് ആസിഡ് ആയതിനു ശേഷം കാൽസൈറ്റ് പോലുള്ള ഒരു ബേസുമായിട്ട് കോമ്പൈൻ ചെയ്ത് അത് കാൽഷ്യം ബൈകാർബണേറ്റ് ആവുന്നു. കാൽഷ്യം ബൈകാർബണേറ്റ് റെഡിലി സൊല്യൂബിൾ ആണ്. അവിടെ ഡീകമ്പോസിഷൻ നടക്കുന്നു, സോയിൽ ഫോർമേഷനെ എയ്ഡ് ചെയ്യുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആണ്. ഒന്നും കാര്യമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഡീഷൻ ഓഫ് ഓക്സിജൻ ടു മിനറൽസ് ആണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന മിനറൽ ഹെമറ്റൈറ്റ് ആവുന്നത് ത്രൂ ഓക്സിഡേഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ റിഡക്ഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. അത് വാട്ടർ ലോക്ക്ഡ് കണ്ടീഷനിലാണ് മോസ്റ്റ്ലി നടക്കുക. അപ്പൊ ഈ വാട്ടർ ലോക്ക്ഡ് കണ്ടീഷനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ഗ്രേ കളർ ഒക്കെ ആയിരിക്കും സോയിൽ. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് റിഡക്ഷൻ ഓഫ് അയൺ. അതായത് ഫെറിക് അയൺ ഫെറസ് അയണായിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ നടക്കുന്നത്, ആ ഒരു കളർ ചേഞ്ച് വരുന്നത്. അതും ഒരു കെമിക്കൽ ഡീകമ്പോസിഷൻ പ്രോസസ് ആണ് സോയിൽ ഫോർമേഷനിൽ. അപ്പൊ കെമിക്കൽ വെതറിംഗ് കഴിഞ്ഞു, നമ്മുടെ പാർട്ടിക്കിൾസ് ഡിസിന്റഗ്രേറ്റ് ചെയ്തു, ഡീകമ്പോസ് ചെയ്തു. ഇനി നമ്മൾ ബയോളജിക്കൽ വെതറിംഗിലേക്ക് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡിസിന്റഗ്രേഷനും ഡീകമ്പോസിഷനും ഒരേപോലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബയോളജിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ വെതറിംഗ് ആസ് ദ നെയിം സജസ്റ്റ് ലിവിംഗ് ഓർഗാനിസംസ് ആണ്. അതായത് അവിടുത്തെ ബയോളജിക്കൽ ലൈഫ് ആണ് മെയിൻലി അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാൻ ആൻഡ് ആനിമൽസ് ആണ്. നമുക്കറിയാം മനുഷ്യന്മാർ എന്താ പറയുക റോഡ് ഉണ്ടാക്കാനും റെയിൽപാളങ്ങൾ ഉണ്ടാക്കാനും ഡാം ഉണ്ടാക്കാനും ഒക്കെ കുറെ പാറയൊക്കെ പൊടിച്ചിട്ടാണ്, അല്ലെങ്കിൽ പാറയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് കനാലുകളും ടണലുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അവിടെ ഒരു ഡിസിന്റഗ്രേഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പം അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് മാൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ഒരു കുതിരാൻ കനാലുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പാറ പൊടിച്ച് തുരങ്കം ഉണ്ടാക്കിയിട്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു സോയിൽ ഫോർമേഷനെ എയ്ഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ആനിമൽസ് ആണ്. ചില ആനിമൽസ് ബറോ ചെയ്യും അല്ലെ. റാറ്റ്സ് ഒക്കെ ആണെങ്കിൽ ബറൂസ് ഉണ്ടാക്കും, റാബിറ്റ്സ് ഒക്കെ ബറൂസ് ഉണ്ടാക്കും. പിന്നെ ചില ആനിമൽസ് അവരുടെ മുട്ട ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മുടെ സോയിലിന്റെ ഉള്ളിലേക്കാണ്, അങ്ങനെ ബറോസ് ഉണ്ടാക്കും. അങ്ങനെയുള്ള ഫോർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളും വെതറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ എയ്ഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു ഡെസേർട്ട് ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഇൻസെക്റ്റ് ആണ്. നമ്മുടെ PSC എക്സാമുകളിൽ എപ്പോഴും ഒരു എക്സാമിന് ചോദിച്ചിരുന്നു. ഡെസേർട്ട് ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രിഗേറിയസ് ആയിട്ടുള്ള വളരെ ഇന്റർനാഷണൽ പെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആണ്. ഭയങ്കര ഗ്രിഗേറിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്രോപ്പിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു പെസ്റ്റ് ആണ്. അപ്പൊ ഈ പെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പെസ്റ്റ് എഗ് ലേ ചെയ്യുന്നത് എവിടെയാണെന്നായിരുന്നു ചോദ്യം. ഒരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് സോയിലാണ്. അത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇനി ടെർമൈറ്റ്സ് ആൻഡ് ആൻസ് നമുക്കറിയാം, അവര് ഗാലറീസ് ഉണ്ടാക്കുന്നുണ്ട്, ചിതൽ പുറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഉറുമ്പിനാണ് ഉറുമ്പിന്റെ കൂടുകളുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു?
അടിയിലുള്ള സോയിൽ പാർട്ടിക്കിൾസ്, സർഫസിലുള്ള അതായത് സബ് സർഫസിലുള്ള ഒരുപാട് ഡെപ്തിലുള്ള സോയിൽ പാർട്ടിക്കിൾസിനെ മുകളിലോട്ട് കൊണ്ടുവന്ന് സർഫസിൽ ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇതാക്കി വെക്കുന്നു. അതുപോലെ തന്നെ ഇവർ കുറെ ആസിഡ്സ് ഒക്കെ സെക്രീറ്റ് ചെയ്യും. ഈ ആസിഡ്സ് എന്ത് സംഭവിക്കുന്നു? സോയിൽ പാർട്ടിക്കിൾസ് ഡീകമ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഡിസിന്റഗ്രേഷനും ഡീകമ്പോസിഷനും അവിടെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ എർത്ത്വർംസ് ആസ് വി ഓൾ നോ സോയിൽ ഇൻജസ്റ്റ് ചെയ്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഓൾട്ടറേഷൻ സോയിലിൽ നടത്താൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് എർത്ത്വർംസ് എന്ന് പറയുന്നത്. പിന്നെ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ആൽമരമൊക്കെ പാറേന്റെ ഇടയിൽ കൂടെ ഒക്കെ ക്രെവിസസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പാറേനെ ഡിസിന്റഗ്രേറ്റ് ചെയ്യാനൊക്കെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഈ ആൽമരത്തിന്റെ റൂട്ടുകൾ എന്നൊക്കെ പറയുന്നത്. അത് ഒരു ഡിസിന്റഗ്രേഷൻ. പിന്നെ ഈ റൂട്ട്സ് പല രീതിയിലുള്ള ഓർഗാനിക് ആസിഡ് സെക്രീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ആസിഡുകൾ ഈ പറയുന്ന പാറയിൽ ആക്ട് ചെയ്ത് അതിനെ ഡീകമ്പോസ് ചെയ്യും. അപ്പൊ അവിടെ ഡീകമ്പോസിഷൻ നടന്നു. പിന്നെ അതുപോലെ തന്നെ ഈ റൂട്ട്സ് ഒരുപാട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് ഈ ഇവോൾവ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് കാർബണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ എയ്ഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതാണ് ഹയർ പ്ലാന്റ്സിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ റൂട്ട്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്. നമ്മൾ പണ്ട് എക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലൈക്കൻസ് എന്ന് പറയുന്ന ഓർഗാനിസമാണ് പയനിയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് റോക്സിനെ ഫസ്റ്റ് കോളനൈസ് ചെയ്യുന്ന ആൾക്കാർ ലൈക്കൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലൈക്കൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോ ഓർഗാനിസംസ് പറയും ബാക്ടീരിയയും ഫംഗയും ലൈക്കനും ഒക്കെ വരും കേട്ടോ. പക്ഷെ ഈ ലൈക്കൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയ വാട്ടർ, വളരെ ലോവസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടറിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ഇവർ നൈട്രജൻ അറ്റ്മോസ്ഫിയറിന് വലിച്ചെടുക്കും, കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിന് വലിച്ചെടുക്കും. സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടറിൽ ഇവർ സർവൈവ് ചെയ്യും. ഇങ്ങനെ സർവൈവ് ചെയ്ത് ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു? ആ റോക്സ് ഇങ്ങനെ പതിയെ പതിയെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് അവിടെ സോയിൽ ഫോം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ സോയിൽ ഫോം ചെയ്യുന്ന സ്ഥലത്ത് ഹയർ പ്ലാന്റ്സിന് വളർന്നൂടെ? അങ്ങനെ സോയിൽ ഡെവലപ്മെന്റ് നടക്കുന്നു. ഓക്കെ, അതാണ് മൈക്രോ ഓർഗാനിസംസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ പ്രോസസ് കഴിഞ്ഞു, ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, വെതറിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കഴിഞ്ഞു, ഡീകമ്പോസിഷൻ നടന്നു, ഡിസിന്റഗ്രേഷൻ നടന്നു, സോയിൽ പാർട്ടിക്കിൾസ് കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആയി നിൽക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു, കൃത്യമായ ഒരു ഹൊറൈസൺ ഫോം ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോയിൽ പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുകയും ചില മറ്റു ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസും ഒക്കെ വരുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് ആണ്. അതായത് ഈ സോയിൽ ഫോം ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനാണ് നമ്മൾ സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 1941 ജെനി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. സോയിൽ ഫോമിംഗ് അല്ലെങ്കിൽ സോയിൽ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്ലൈമറ്റ്, ബയോസ്ഫിയർ, റിലീഫ്, പാരൻ മെറ്റീരിയൽ ആൻഡ് ടൈം. ഇത്രയും ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടും സോയിൽ ഫോമിങ്ങിനെ എഫക്ട് ചെയ്യുന്നതെന്നും പ്ലസ് സം അഡീഷണൽ അൺസ്പെസിഫൈഡ് ഫാക്ടേഴ്സ് ഉണ്ടെന്നും പുള്ളി പറഞ്ഞു. അപ്പം ഈ ഫാക്ടേഴ്സിനെ തന്നെ ആക്റ്റീവ് ഫാക്ടേഴ്സ് എന്നും പാസീവ് ഫാക്ടേഴ്സ് എന്നും ജോഫി എന്ന സയന്റിസ്റ്റ് ക്ലാസിഫൈ ചെയ്തു. ഈ സയന്റിസ്റ്റുകളുടെ പേര് എടുത്തിട്ട് പറയാനുള്ള കാരണം PSC എക്സാമുകളിൽ സയന്റിസ്റ്റുകളുടെ പേര് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അതായത് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആരാണ് കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിക്കുകയുണ്ടായി. അതുപോലെ ഫാദർ ഓഫ് സർട്ടൻ സംഭവങ്ങൾ അങ്ങനെയും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന പോർഷനിലെ സയന്റിസ്റ്റുകളുടെ പേര് കൃത്യമായി പഠിച്ചു പോകണം. അത് നല്ലതായിരിക്കും. കാരണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആക്റ്റീവ് ആൻഡ് പാസീവ് ഫാക്ടേഴ്സിന് ആരാണ് ക്ലാസിഫൈ ചെയ്തത്? ജോഫി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് സോയിൽ ഫോം ചെയ്യാൻ വേണ്ട ആക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഓർഗാനിസവും ക്ലൈമറ്റും ആണ്. ഓർഗാനിസം ആണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവിടുത്തെ ഓർഗാനിക് മാറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ബയോളജിക്കൽ വെതറിങ്ങിൽ ഒരുപാട് ഇൻഫ്ലുവൻസസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്തെന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് ആണ് ഡയറക്ട്ലി അവിടെ എന്ത് ഓർഗാനിസം വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ആക്റ്റീവ് ഫാക്ടർ ആണ്. പിന്നെ വരുന്നത് പാസീവ് ഫാക്ടർ. പാസീവ് ഫാക്ടർ എന്ന് ഫസ്റ്റ് പാരൻ മെറ്റീരിയൽ, ഏത് റോക്കിൽ നിന്നാണോ സോയിൽ ഉണ്ടാവുന്നത്, അതൊരു പാസീവ് ഫാക്ടർ ആണ്. പിന്നെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ലാൻഡ്. സ്ലോപ്പ് ഓഫ് ലാൻഡും എന്ത് പറയുന്നു? സോയിൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ്. പിന്നെ ടൈം എന്ന് പറയുന്നത് 1000s and 2000 millions and billions of years ഒക്കെ എടുത്തിട്ടാണ് സോയിൽ ഉണ്ടാവുന്നത്. സോയിൽ ഒരു നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ് ആണ് അല്ലെ, ഇത്രയും കാലം എടുത്തിട്ടാണ് ഉണ്ടാകുന്നത്. ടൈം എന്ന് പറയുന്നത് ഒരു സോയിൽ ഫോമിംഗ് ഫാക്ടർ ആണ്. നമ്മൾ സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ് പഠിച്ചു. നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം. അതായത് കൃത്യമായ ഒരു സോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യപ്പെട്ടിട്ടാണ് സോയിൽ ഉണ്ടാവുന്നത്, സോയിൽ പ്രൊഫൈൽ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞു. അപ്പം അതിന് സർട്ടൻ പ്രോസസ്സസ് ഇൻവോൾവ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹ്യൂമിഫിക്കേഷൻ. ഹ്യൂമിഫിക്കേഷൻ ഇസ് നത്തിങ് ബട്ട് ഡീകമ്പോസിഷൻ ഓഫ് സോയിൽ ഓർഗാനിക് മാറ്റർ ടു ഫോം ഹ്യൂമസ്. അതായത് ഹൊറൈസന്റെ ഫോർമേഷൻ ആണ് ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ പ്ലാന്റ് ആൻഡ് ആനിമൽ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ബയോട്ടയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് എലൂവിയേഷൻ ആണ്. നമ്മൾ പഠിച്ചു എ ഹൊറൈസൺ അല്ലെങ്കിൽ ഈ ഹൊറൈസൺ എന്ന് സെർട്ടൻ സൊല്യൂബിൾ ആയിട്ടുള്ള ക്ലേയോ അല്ലെങ്കിൽ സെസ്കി ഓക്സൈഡ്സ്, അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സ്, സിലിക്ക, ഹ്യൂമസ്, കാൽഷ്യം കാർബണേറ്റ്, അങ്ങനെ പല സോൾട്ടുകളും വെള്ളത്തിലൂടെ ലീച്ച് ഔട്ട് ചെയ്ത് താഴോട്ട് പോകുന്ന പ്രോസസ്സാണ് എലൂവിയേഷൻ എന്ന് പറയുന്നത്. റീഅറേഞ്ച്മെന്റ് ഓഫ് സോൾട്ട് നടക്കുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസ് നടക്കുന്നുണ്ട്. ഇലൂവിയേഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിഷൻ ഓഫ് ഈ വാഷ്ഡ് ഔട്ട് സോയിൽ മെറ്റീരിയൽസ്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞത് ഇലൂവിയൽ ഹൊറൈസൺ, ഡി ഹൊറൈസൺ ആണ്. അപ്പൊ ഈ ലോവർ ഹൊറൈസണിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇലൂവിയേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ഒരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്, ഹൊറൈസണേഷൻ എന്ന് പറയുന്നത്. കൃത്യമായ ഹൊറൈസൺസ് ഫോം ചെയ്യണമല്ലോ. അപ്പൊ ഇത്രയും പ്രോസസ്സാണ് ബേസിക് ഫണ്ടമെന്റൽ സോയിൽ ഫോമിംഗ് പ്രോസസ്സസ്. അതായത് ഈ പ്രോസസ്സ് എല്ലാ സോയിലും, എല്ലാ ക്ലൈമറ്റിക് കണ്ടീഷനിലും, എല്ലാ ഇതിലും നടക്കുന്ന ഏത് കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടെങ്കിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ബേസിക് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് ഓർ ഫണ്ടമെന്റൽ സോയിൽ ഫോമിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കോമൺ ടു ഓൾ. അപ്പൊ ദേർ ആർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണമല്ലോ. അതാണ് അടുത്തത്, സ്പെസിഫിക് സോയിൽ ഫോമിംഗ് പ്രോസസ്സസ്. അതൊരു പെർട്ടിക്കുലർ കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റിക് കണ്ടീഷനിലോ മാത്രം നടക്കുന്ന സോയിൽ ഫോമിംഗ് പ്രോസസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കാൽസിഫിക്കേഷനും ഡീകാൽസിഫിക്കേഷനും പറയുന്നുണ്ട്. കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓർ അക്യുമുലേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇൻ സം പാർട്ട് ഓഫ് ദി പ്രൊഫൈൽ. കാൽഷ്യം കാർബണേറ്റ് മാത്രം അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ്, അത് സ്പെസിഫിക് ആണ് അവിടെ. കാൽഷ്യം കാർബണേറ്റ് മാത്രമാണ് കാൽസിഫിക്കേഷൻ. കാൽഷ്യം കാർബണേറ്റ് മാത്രം അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് നമ്മൾ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന്, അതായത് ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്ന റിമൂവൽ ഓഫ് കാൽഷ്യം കാർബണേറ്റിനെ ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഇനി സലനൈസേഷൻ. ഈ സലനൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ് ആണ് സലനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾട്ട് അക്യുമുലേറ്റ് ചെയ്യും. എങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും? പല സോൾട്ടുകളുണ്ട്, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, അതായത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള സൾഫേറ്റ്സ് ആൻഡ് ക്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം, മെഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ ഉണ്ട് സോയിൽ പ്രൊഫൈൽ, ടോട്ടൽ സോയിൽ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള റീജിയൻസിൽ ഈ ഗ്രൗണ്ട് വാട്ടർ സോയിൽ പ്രൊഫൈലിലൂടെ കയറി ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ഇപ്പൊ എന്ത് സംഭവിക്കും? ഗ്രൗണ്ട് വാട്ടർ സോയിൽ പ്രൊഫൈലിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന സാധനങ്ങൾ, ഈ സൾഫൈറ്റ്സ് ആൻഡ് ഫ്ലോറൈഡ്സ് ഓഫ് കാൽഷ്യം, മെഗ്നീഷ്യം, സോഡിയം ആൻഡ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അതിങ്ങനെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും വെള്ളത്തിൽ അത് സൊല്യൂബിൾ ആവും. അതായത് വെള്ളത്തിൽ അത് അലിഞ്ഞു ചേരും. അലിഞ്ഞു ചേരുന്നത് ഈ വെള്ളം മുകളിലോട്ട് ട്രാവൽ ചെയ്യാണല്ലോ, മുകളിലെത്തി കഴിയുമ്പോൾ ഈ സോൾട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകില്ല, വെള്ളം മാത്രം ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ആ സോൾട്ട് ടോപ്പ് ലെയറിൽ ഇങ്ങനെ സെറ്റിൽ ആയി നിൽക്കും, ഡെപ്പോസിഷൻ നടക്കും. സോൾട്ടിന്റെ ഡെപ്പോസിഷൻ നടക്കും ഓൺ ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് സോയിൽ. ഇറ്റ് ഇസ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വൈറ്റ് കളർ ഫോം ചെയ്യും ഇങ്ങനെയുള്ള സോയിലിൽ. ഇങ്ങനെയുള്ള സോയിൽ ഹൈലി അൺസ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ ആണ്. അപ്പൊ ഈ പ്രോസസ്സാണ് സലിനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ അൺസ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഈ സോൾട്ട് റിമൂവ് ചെയ്ത് കളയണം. വെള്ളം ലീച്ച് ഔട്ട് ചെയ്ത്, വെള്ളം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഡ്രെയിനേജ് വഴി ഇത് ലീച്ച് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീസലിനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് പോർട്സലൈസേഷൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്, ശ്രദ്ധിക്കണം. അതായത് പോർട്സലൈസേഷൻ എന്ന പ്രോസസ്സ് ഏത് ക്ലൈമറ്റിക് കണ്ടീഷനിലാണ് നടക്കുക? ടെമ്പറേറ്റ്, കോൾഡ്, ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷനിലാണ് നടക്കുക. അവിടെയുള്ള വെജിറ്റേഷൻ ഏതാണ്? കോണിഫറസ് ആയിട്ടുള്ള വെജിറ്റേഷൻ ആണ്. ഓക്കെ, അവിടുത്തെ പാരൻ മെറ്റീരിയൽ എന്തായിരിക്കും? സിലീഷ്യസ് ആയിട്ടുള്ള പാരൻ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതാണ് 3 ചോദ്യങ്ങൾ കേട്ടോ. ഇനി ഇതെന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ അസിഡിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് പോർട്സലൈസേഷൻ നടക്കുന്നത്. അപ്പം അവിടുന്ന് ഏറ്റവും ടോപ്പ് ലെയറിന്ന് അയണും അലുമിനിയം ഓക്സൈഡ്സ്, സെസ്കി ഓക്സൈഡ്സ് എന്ന് പറയും. ഈ അയണ് റെസ്റ്റിന്റെ കളർ എന്താ? റെഡ് കളർ അല്ലേ? ഈ അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സിന്റെയും കളർ റെഡ് കളറാണ്. ഈ അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിന്ന് വെള്ളത്തിന്റെ കൂടെ ലീച്ച് ഔട്ട് ചെയ്ത് താഴേക്ക് പോകുന്നു. അപ്പൊ അവിടെ റിമെയിൻ ചെയ്യുന്നത് സിലിക്കയാണ്. സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റഫ്ലി മണലില്ലേ, കടലിലൊക്കെ കാണുന്ന മണലില്ലേ, ആ ഒരു ഷെയ്ഡ് ആലോചിച്ചാൽ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ്. അപ്പൊ അവിടെ റിമെയിൻ ചെയ്യുന്നത് സിലിക്ക ആയിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സ് വെള്ളത്തിൽ കലർന്ന് ലീച്ച് ഔട്ട് ചെയ്ത് ലോവർ ലെയേഴ്സിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ലോവർ ലെയേഴ്സ് എന്തായിരിക്കും? റെഡ് കളർ ആയിരിക്കും. അവിടെ റിമെയിൻ ചെയ്യുന്ന സിലിക്കേന്റെ, ടോപ്പ് ലെയറിൽ റിമെയിൻ ചെയ്യുന്ന സിലിക്കേന്റെ കളർ ആയിരിക്കും ആ സോയിലിനുണ്ടാവുക. അതൊരു ആഷ് കളർ ആയിരിക്കും. അപ്പം അടുത്ത 2 ചോദ്യങ്ങൾ, എന്ത് കോമ്പൗണ്ട്സ് ആണ് ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്നത് പോർട്സലൈസേഷനിൽ? അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സ്. റിമെയിൻ ചെയ്യുന്നത് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് സിലിക്ക. അപ്പൊ ലീച്ചിങ് ഔട്ട് ഓഫ് അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സും ഡെപ്പോസിഷൻ ഓഫ് സിലിക്കയുമാണ് പോർട്സലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുക.
ഇനി കളറും പഠിക്കണം. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിൽ ഒരു ആഷ് കളർ അല്ലെങ്കിൽ ഗ്രേ കളർ ആയിരിക്കും, ലോവർ ലെയേഴ്സിലേക്ക് റെഡ് കളറും ഉണ്ടാകും. അതാണ് പോട്സലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് കോൾഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്, വെജിറ്റേഷൻ കോണിഫറസ് ആണ്, പാരൻ മെറ്റീരിയൽ സിലീഷ്യസ് ആണ്, പിന്നെ അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സ് ആണ് എന്താ പറയുക ലീച്ച് ഔട്ട് ചെയ്ത് പോകുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സിലിക്കയാണ്. അതാണ് പോട്സലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്. സെക്കൻഡ് പ്രോസസ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ലാറ്ററൈസേഷൻ. ലാറ്ററൈസേഷൻ പോട്സലൈസേഷന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് പല കാര്യങ്ങളിലും. അവിടെ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. അവിടെ ലീച്ച് ഔട്ട് ചെയ്യുന്ന ആള് അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ് ആണെങ്കിൽ ഇവിടെ ലീച്ച് ഔട്ട് ചെയ്യുന്ന ആളാണ് സിലിക്കാണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് സോയിലിന് റെഡ് കളറും ടുവേർഡ്സ് ഡൗൺ അതിന് ഒരു ഗ്രേഷ് കളറും ആയിരിക്കും ഉണ്ടാവാം. ഇനി ഞാൻ പറഞ്ഞു സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണൽ പോലത്തെ ഒരു സാധനമാണ്. അത് വളരെ പോറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? അപ്പൊ ഈ പോറസ് ആയിട്ടുള്ള സാധനം ലീച്ച് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മുകളിൽ എന്ത് സംഭവിക്കുന്നു? കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്, അതെല്ലാം കൂടി ക്ലബ് ചെയ്ത് ഒട്ടിപ്പിടിച്ച് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സോയിൽ ആവുന്നു. അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള സോയിൽ ആവുന്നു, ലിറ്ററലി ലൈക്ക് സ്റ്റോൺ അത് ബിഹേവ് ചെയ്യും. അങ്ങനെ ആവുന്ന ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പ്ലിന്തൈറ്റ്. ചോദിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് പ്ലിന്തൈറ്റ്. ഓക്കെ, അതായത് പ്ലിന്തൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാണാം നമ്മുടെ വെട്ടുകല്ല്, ലൈക്ക് എക്സാക്ട്ലി നമ്മുടെ വെട്ടുകല്ല്. അപ്പൊ നമ്മൾ രണ്ട് പ്രോസസ്സ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് കണ്ടല്ലോ, മുകളിലൊരു ഗ്രേഷ് കളറാണ്, അപ്പൊ സിലിക്ക ഡെപ്പോസിറ്റ്സ് ആണ് അവിടെ കാണുന്നത്. സോ ഇറ്റ് ഇസ് പോട്സലൈസേഷൻ. ഇവിടെ കണ്ടോ ഏറ്റവും മുകളിലൊരു റെഡ് കളറാണ്, അയൺ ആൻഡ് അലുമിനിയം ഓക്സൈഡ്സിന്റെ പ്രസൻസ് കാരണമാണ് അങ്ങനെ റെഡ് കളർ വരുന്നത്. സോ ഇറ്റ് ഇസ് ലാറ്ററൈസേഷൻ. ഇങ്ങനെ നമ്മൾ സോയിൽ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഏത് പ്രോസസ്സ് വഴിയാണെന്നും ഏത് സോയിൽ ആണെന്നും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആണ് കേരളത്തിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ടുള്ളത്. അപ്പം ആ പിക്ചറിൽ കണ്ടാൽ തന്നെ അറിയാം ഏതാണ്. വെട്ടുകല്ല് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ? ഏറ്റവും അബുണ്ടന്റ് ആയിട്ടുള്ള സോയിൽ ടൈപ്പ് കേരളത്തിലെ ലാറ്ററൈറ്റ് സോയിൽ ആണ്. അതായത് ലാറ്ററൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ലാറ്ററൈറ്റ് സോയിൽ ആണ് കേരളത്തിൽ ഏറ്റവും അബുണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന സോയിൽ ടൈപ്പ്. ഇതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്ന സോയിൽ ആദ്യമായി ഡിസ്കവർ ചെയ്യുന്നത് കേരളത്തിലാണ്. ഫ്രാൻസിസ് ബുച്ചാനൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ സോയില്, വേൾഡിൽ തന്നെ ആദ്യമായിട്ട് ലാറ്ററൈറ്റ് സോയിൽ ഡിസ്കവർ ചെയ്യുന്നത് ഫ്രാൻസിസ് ബുച്ചാനൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം മലപ്പുറം അങ്ങാടിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ സോയില് ഡിസ്കവർ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ വെതറിങ്ങും അതുപോലെ തന്നെ സോയിൽ ഫോർമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത്യാവശ്യം ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു. പിന്നെ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള ഒരു വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ബിഗ് ലേണിംഗിൽ തുടങ്ങുകയാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസും കണ്ടന്റും എക്സാമിനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.